വെള്ളം എന്ന സിനിമയുടെ നിർമ്മാതാവും പ്രമുഖ ബിസിനസ്സുകാരനുമായ മുരളി കുന്നംപുറത്ത് സാമ്പത്തിക തകർച്ചയെ തുടർന്ന് പങ്കുവച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയാണ്. തന്റെ ബിസിനസ് തകർച്ചയെക്കുറിച്ചും സിനിമയിൽ നിന്നും നേരിട്ട കനത്ത നഷ്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം വീഡിയോയിൽ വികാരാധീനനായി സംസാരിക്കുന്നു. സിനിമയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമായി ഏകദേശം 7 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി മുരളി വ്യക്തമാക്കുന്നു. ടൈൽസ് ബിസിനസ്സിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത വകയിൽ ലഭിക്കാനുള്ള കോടിക്കണക്കിന് രൂപ മുടങ്ങിയതും വലിയ തിരിച്ചടിയായി മാറി. താൻ നിർമ്മിച്ച സിനിമകളിൽ കൂടെ പ്രവർത്തിച്ച ചില സംവിധായകർ തന്നെ ചതിച്ചതായും അദ്ദേഹം ആരോപിക്കുന്നു. സിനിമാ മേഖലയിലെ പലരിൽ നിന്നും തനിക്ക് കടുത്ത അവഗണനയും വഞ്ചനയും നേരിടേണ്ടി വന്നു. കടക്കാരുടെ ശല്യം കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഏകദേശം ഒരാഴ്ച മുൻപാണ് അദ്ദേഹം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. എന്നാൽ വൈകാതെ തന്നെ അത് ഡിലീറ്റും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്കും വീഡിയോ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു. തന്റെ മാനസിക വിഷമം താങ്ങാനാവാതെയാണ് അന്ന് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതെന്നും അത് പൂർണ്ണമായും സത്യമാണെന്നും അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഈ വീഡിയോ ആക്ച്വലി ഒരാഴ്ചക്ക് മുന്നേ ഇട്ടതാണ്. അത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. പിന്നെ ത്രെഡ് നാലോ എടുത്തിട്ടതാണ്. അത് പറഞ്ഞൊക്കെ വളരെ സത്യമാണ്, ഒന്നും കളവൊന്നുമില്ല. ഈ പടത്തിൽ 7 കോടി നഷ്ടമാണ്. അത് പിന്നെ 7 കോടി നഷ്ടമാണ് പടത്തിൽ. എങ്ങനെ വ്യക്തികൾ എന്ന് പറയാൻ സിനിമയിൽ സംഭവിച്ചു, സിനിമയിൽ ചിലവായ പൈസ ഇത്തരം സിനിമക്ക് ചിലവാൻ പാടില്ല. കാരണം ആ സിനിമക്ക് നിങ്ങൾ കണ്ടാൽ ആര് കണ്ടാലും 7 കോടി 8 കോടി അപ്പുറം പറയുന്നില്ല. അത് ഓൾറെഡി മുന്നേ ഞാൻ ഇപ്പോൾ പരാതിയെല്ലാം കൊടുത്ത സംഭവമുണ്ട്. കണ്ണൂരൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്, ക്രൈംബ്രാഞ്ചിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ കൈ ഒഴിഞ്ഞു. അതെ അതെ, ഒരാഴ്ച കൊണ്ട് ഇട്ടതാണ്. അത് ഓൾറെഡി അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു. പിന്നെ ത്രെഡിൽ പോയി കിടന്നു. ത്രെഡിന്ന് നമുക്കറിയില്ല, ത്രെഡിൽ കിടക്കുന്നു. ത്രെഡിന്ന് ആരോ എടുത്തിട്ടു. അതെ, ഒരുപാടുണ്ട്. സിനിമേൻ്റെ ബാധ്യതയുണ്ട്, ബിസിനസ്സിൻ്റെ ബാധ്യതയെല്ലാം ഉണ്ട്. അല്ല, അന്നേരം ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. പിന്നെ എനിക്ക് കാരണം എന്നൊരു പേര് പറ്റിച്ചു ചതിച്ചു എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ആ ഒരു ഇതിൽ ഇട്ടതാണ്. അത് പക്ഷേ പറഞ്ഞൊന്നും ഒരു കളവും, എല്ലാം നഗ്നമായ സത്യങ്ങളാണ്, ഒരു കളവുമില്ല. ആ വീഡിയോ ഞാൻ കൃത്യമായും മരിക്കണം എന്ന് തന്നെ വിചാരിച്ചതാണ്. പക്ഷേ പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷപ്പെടില്ല. ഞാൻ എന്തായാലും ഞാൻ ജീവിച്ചിരിക്കില്ല. പിറ്റേന്ന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിഷു ഞാൻ പിന്നെ അഡ്മിറ്റാക്കി. എന്നാലിപ്പം കുറച്ച് ധൈര്യം എന്നാലും ഞാൻ റിക്കവറായി വരുന്നേ ഉള്ളൂ. എൻ്റെ ടെൻഷനും കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തീരാൻ അറിയില്ല. പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ വിളിച്ചിട്ടുണ്ട്, ഫെഫ്ക വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. PR ആരോപണമെന്ന് പ്രതീക്ഷ പറയാൻ പറ്റില്ല. പ്രതീക്ഷ കണക്ക് കൊടുക്കാനല്ല, കണക്കിപ്പോൾ കൊടുക്കും. ഞാൻ പ്രതീക്ഷന് പൈസ കൊടുക്കും. കണക്കെല്ലാം വ്യക്തമായിട്ട് എല്ലാം അക്കൗണ്ടിൽ പോയതല്ലേ, അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ചതിച്ചതാരാന്ന് എനിക്ക് അങ്ങനെ സിനിമയിലെ ബഡ്ജറ്റാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആരാന്ന് പറയാൻ പറ്റില്ല. ഇത്ര ബഡ്ജറ്റ് സിനിമക്കായിട്ടുണ്ട്. എങ്ങനെ ഇല്ല, ആദ്യം ബഡ്ജറ്റ് 7 കോടി, പിന്നെ 13 കോടിയാക്കി, പിന്നെ 16 കോടിയാക്കി. അതിലൊന്നും പടം നിന്നിട്ടില്ല. ഗോകുലം വന്നുകൊണ്ടാണ് നമുക്ക് സിനിമ ഇറക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ സിനിമ ഒരിക്കലും പറഞ്ഞിരുന്നു. അല്ല, ഗോകുലം വന്ന് അവർക്ക് മുതലെനിക്ക് തിരിച്ചു കിട്ടിയില്ല. മുതലിന് 10-32 ലക്ഷം രൂപ കിട്ടാനുണ്ട്. എന്നാലേ അവർ പിന്നെ അവർ പ്രസ് ഇൻട്രസ്റ്റ് വേണമെന്ന് അവർ പറയുന്നു. പക്ഷേ അറിയില്ല, അത് കൃഷ്ണമൂർത്തി സാറിനോട് സംസാരിച്ചാലും ഗോകുല സാർ നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും നമുക്ക് ഇടവരുമായിരിക്കും. ഞാൻ എൻ്റെ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ എന്നെ ഒരുപാട് സിനിമാ രംഗത്ത് വിളിച്ചിട്ടുണ്ട്. വേണു കുന്നംപുടി സാറെ വിളിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ടിരിക്കും. അയാളെ കഴിഞ്ഞ ആനന്ദ് ശ്രീവാല പോലും അഭിലാഷ് ചെയ്ത പാടാണ്, അത് നഷ്ടത്തിലാണ്. ഒരുപാട് ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട്. ടൈൽ മേഖലയിൽ ഭയങ്കര ഞാൻ ഇല്ല, ബിസിനസ് വളരെ മോശം. ഒന്ന് അത് നല്ല അടിപൊളി, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. ആവും, തിരിച്ചു വരും. അതെ അതെ, വിശ്വസിക്കുന്നു. നന്ദി ഉണ്ട്. ഇപ്പോൾ ബിജുവിനെ തന്നെ പേഴ്സണലായിട്ട് അറിയുന്നല്ലേ. ടൈൽ മേഖല ദുബായിൽ, ആഫ്രിക്കയിലെല്ലാം കുറേ ആൾ പറ്റിച്ചിട്ടുണ്ട്.
എല്ലാ കുറേ രാജ്യങ്ങളും പറ്റിച്ചിട്ട് ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, പക്ഷേ ഇട്ടെടുത്ത് പറയുന്നില്ല. പക്ഷേ ഞാൻ എല്ലാം വെച്ച് തിരിച്ചു മേടിക്കും. ഞാൻ ഇനി അതിനായിട്ട് ഇറങ്ങാൻ പോകുന്നു. ഞാൻ ഇപ്പോൾ എനിക്ക് കുറച്ച് ധൈര്യം കിട്ടി. കാരണം നമ്മൾ മരിക്കണ്ട, നമുക്ക് ജീവിച്ചതിനെ കാണിച്ചു കൊടുക്കണം ഇവരുടെ മുമ്പിൽ. സിനിമ വേണുകുന്നമുള്ളി സാറിനോട് പറഞ്ഞു, നല്ല കഥ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോകാം, മുരളി 5 പൈസ മുരളിയിട്ടുണ്ടോ, ഞാൻ ചെയ്ത സിനിമ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല കഥ ഞാൻ ഇനി സിനിമ എടുക്കും. പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് തന്നെ പിന്നെ ഇത് ജെയിംസായിട്ട് ഇവിടെ ഉണ്ട് കണ്ടില്ലേ. പിന്നെ ഷംസീർ എംഎൽഎ വിളിച്ചിരുന്നു, പിന്നെ ഏരിയ സെക്രട്ടറി സന്തോഷാട്ടം വിളിച്ചിരുന്നു, ബാലശാട്ടം വിളിച്ചിരുന്നു, ലോക്കൽ എല്ലാവരും വിളിച്ചിരുന്നു. പിന്നെ എല്ലാ പാർട്ടിക്കാരും എനിക്ക് സപ്പോർട്ട്. ഞാനിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസിയാണെങ്കിലും പിന്നെ എല്ലാ പാർട്ടിക്കാർക്കും എന്നെ ഇഷ്ടമാണ്. ഞാൻ എല്ലാ പാർട്ടിക്കാർക്കും ഞാൻ നല്ല ബന്ധമാണ്. മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും രാഷ്ട്രീയ സിനിമാ മേഖലയിലുള്ള പലരും വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ പിന്തുണയിൽ തനിക്ക് വിശ്വാസമുണ്ട്. ബിസിനസ്സിലൂടെ തന്നെ തകർന്നു പോയിടത്തു നിന്നും തിരിച്ചു പിടിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം.